ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു പുളിയിഞ്ചി. അപ്പോൾ ഞാൻ ഇന്ന് വീടിൻ്റെ അടുത്തുള്ളൊരു മാർക്കറ്റിലേക്ക് പോവാണ്. അപ്പോൾ പോകുന്ന വഴി വെറുതെ ഒന്ന് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മളിങ്ങനെ നടക്കേണ്ട ദൂരമുള്ളൂ, ഒരു 10 മിനിറ്റ്. ഈ ഒരു പശുവിനൊക്കെ ഉണ്ട്. ഇതേപോലെ ഒരുപാട് പശുക്കളുണ്ട് ഈ ഒരു കോളനിയിൽ. അപ്പോൾ ഈ കടകളിലൊക്കെ പഴയതായിട്ടുള്ള ഫ്രൂട്ട്സൊക്കെ ഇങ്ങനെ സൈഡിലൊക്കെ വെച്ച് കൊടുക്കും. ഇതെന്ന് പറയുന്നത് നമ്മുടെ മലയാളി കടയാണ്, കേരള സ്റ്റോറാണ്. ഇതേപോലെ ഈ കോളനിയിൽ 2-3 മലയാളി കടകളുണ്ട്. നമുക്ക് നാട്ടിലുള്ള ആവശ്യത്തിനുള്ള സാധനങ്ങളൊക്കെ അവിടെ കിട്ടും. അപ്പോൾ ഇതാണ് നമ്മുടെ മാർക്കറ്റ്. ഇത് ശർമ്മ മാർക്കറ്റ് എന്നാണ് പറയാം. അപ്പോൾ ഈ ഒരു മാർക്കറ്റിലേക്കാണ് നമ്മൾ വന്നിട്ടുള്ളത്. നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ട് ഇവിടെ നിന്ന്. ഇതിൻ്റെയും കുറച്ച് ഉള്ളിലോട്ട് പോയി കഴിഞ്ഞാലാണ് നിങ്ങൾക്ക് ശരിയായൊരു മാർക്കറ്റ് കാണാൻ പറ്റുന്നത്. ഇപ്പോൾ ഇവിടെ എന്ന് വെച്ചാൽ ഇൻഡിപെൻഡൻസ് ഡേൻ്റെ കുറേ ആക്സസറീസാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുക. ഫ്ലാഗ്, അതേപോലെ കയ്യിലിടുന്ന ബാൻഡ്, സ്റ്റിക്കർ, പിന്നെ അതേപോലെ ഇൻഡിപെൻഡൻസ് ഡേക്ക് ഇടാൻ പറ്റിയ ഡ്രസ്സ്, അങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ട്. അതേപോലെ ശനിയാഴ്ച ജന്മാഷ്ടമി വരുന്നുണ്ട്. അപ്പോൾ സ്കൂളുകളൊക്കെ ഇൻഡിപെൻഡൻസ് ഡേൻ്റെ പ്രോഗ്രാം ഉണ്ട്, അതേപോലെ ജന്മാഷ്ടമി സെലിബ്രേഷൻ ഉണ്ടാവും. അപ്പോൾ അതിൻ്റെയൊക്കെ സാധനങ്ങളാണ് ഇപ്പോൾ ഈ ഒരു മാർക്കറ്റിൽ കൂടുതലായിട്ട് കാണുന്നത്. മാർക്കറ്റിലേക്കൂടെ നടക്കുമ്പോഴാണ് ഇത് കണ്ടത്. അപ്പം ഞാൻ ജസ്റ്റ് വെറുതെ ഒന്ന് വീഡിയോ എടുത്തു എന്നേ ഉള്ളൂ. വന്ദേ മാതരം എന്നൊക്കെ കേൾക്കുമ്പോൾ മനസ്സിൽ വല്ലാതൊരു ഫീലാണ്. അതുകൊണ്ട് ഞാൻ വെറുതെ ഒന്ന് വീഡിയോ എടുത്തു എന്നേ ഉള്ളൂ, നിങ്ങളെയും കൂടെ കേൾപ്പിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഈ ഒരു സാധനങ്ങളൊക്കെ ജന്മാഷ്ടമിക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അതേപോലെ ഈ ഒരു മാർക്കറ്റിൽ ഇപ്പം കൂടുതലും ജന്മാഷ്ടമിയുടെ കോസ്റ്റ്യൂംസ്, അതേപോലെ ഇൻഡിപെൻഡൻസ് ഡേൻ്റെ കോസ്റ്റ്യൂംസ് അതൊക്കെയാണ് ഉണ്ടാവുക. നമ്മൾ ഈ ഒരു മാർക്കറ്റിലേക്ക് വന്നത് സാധനം കുറച്ച് ഇൻഡിപെൻഡൻസ് ഡേൻ്റെ സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങോട്ടേക്ക് വന്നത്. ഇവിടെ എന്ന് വെച്ചാൽ ഇതൊക്കെ കണ്ടോ, ശ്രീകൃഷ്ണൻ്റെ അതേപോലെ രാധയുടെ ഒക്കെ ഒരുപാട് ഡ്രസ്സുണ്ട് ഇവിടെ. ഇതൊക്കെ ശരിക്കും കുട്ടികളൊക്കെ ഇട്ടിട്ട് പോകുമ്പം നല്ല അടിപൊളിയായിട്ടുണ്ടാവും കാണാൻ വേണ്ടിയിട്ട്. സാനുവിന് ഇപ്രാവശ്യം ജന്മാഷ്ടമിയുടെ സെലിബ്രേഷൻ ഇല്ല എന്ന് പറഞ്ഞു. സാനു പണ്ട് രാധയായിട്ടുള്ള ചെറിയൊരു ക്ലിപ്പ് ഞാനിവിടെ കൊടുക്കാം. അങ്ങനെ നമ്മൾ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കഴിഞ്ഞ് മാർക്കറ്റിൽ നിന്ന് പുറത്തിറങ്ങി. ഈ ചേട്ടൻ എപ്പോഴും റോഡ് സൈഡിൽ ഇങ്ങനെ പൂവൊക്കെ വെക്കുന്നുണ്ടാവും. നമ്മൾ മാർക്കറ്റിൽ വരുന്ന സമയത്തൊക്കെ ഈ ചേട്ടൻ്റെ കയ്യിൽ നിന്ന് പൂ വാങ്ങിക്കും. ഇവർക്ക് ഇന്ന് റോസ് വേണമെന്നിട്ട് നമ്മളങ്ങനെ റോസാപ്പൂ വാങ്ങിച്ചു. അങ്ങനെ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. അപ്പോഴാണ് ഈ റോഡ് സൈഡിൽ റോങ് ആയിട്ട് പാർക്ക് ചെയ്ത് ഈ വണ്ടിയൊക്കെ പോലീസ് എടുത്ത് കൊണ്ടുപോകുന്നത് കണ്ടത്. അങ്ങനെ അവർ വണ്ടി തൂക്കിക്കൊണ്ടുപോവാണ്. ഇതിൻ്റെ ഉടമസ്ഥൻ ആരാണെന്ന് അറിയില്ല, ഇതുവരെ കണ്ടില്ല. മിക്കവാറും ഇനി അവർക്ക് നല്ല ഫൈൻ അടക്കേണ്ടി വരും. നമ്മൾ തിരിച്ച് വീട്ടിലെത്തി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് സാനു ഡാൻസ് പ്രാക്ടീസ് ചെയ്യുവാണ്. ഇൻഡിപെൻഡൻസ് ഡേക്ക് സാനുവിൻ്റെ സ്കൂളിലെ പ്രോഗ്രാമിന് അവളുടെ ഡാൻസ് ഉണ്ട്. അപ്പോൾ അവൾ ഇത് നോക്കി ഇങ്ങനെ ഡാൻസൊക്കെ പ്രാക്ടീസ് ചെയ്യുവാണ്. കോപ്പിറൈറ്റ് വരുന്നതുകൊണ്ട് ഞാനിതിൽ ഫുള്ള് പാട്ടൊന്നും ഞാൻ ആഡ് ചെയ്യുന്നില്ല. നമ്മളെ ഡാൻസ് എല്ലാം പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞ് ഇതിൻ്റെ ഉള്ളിലേക്ക് അറിയാന്ന് വെച്ച് എനിക്ക് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് അവൾക്ക് പേപ്പർ ക്രാഫ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് യൂട്യൂബിൽ ഏതോ പേപ്പർ ക്രാഫ്റ്റ് വീഡിയോ കണ്ടിട്ട് അവളും അതേപോലെ ചെയ്യാൻ ശ്രമിക്കുകയാണ്.
അങ്ങനെ അവളുടെ കുളിയൊക്കെ കഴിഞ്ഞു, ഫ്രഷായി. ഇനിയിപ്പോൾ എന്തെങ്കിലും ഹോംവർക്കൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ എടുത്തിട്ട് ചെയ്യും, അല്ലെങ്കിൽ കുറച്ച് സമയം എന്തെങ്കിലും വായിക്കും. ഒരുപാട് സമയമൊന്നും അങ്ങനെ ഇരുന്ന് വായിക്കുകയോ അങ്ങനെയൊന്നും ചെയ്യില്ല. കുറച്ച് സമയം എന്തെങ്കിലും ബുക്കൊക്കെ എടുത്തിട്ട് നോക്കും. ഇവർക്ക് ഓരോ സബ്ജക്റ്റിൻ്റെയും നോട്ട് ബുക്കിന് ഓരോ കളറാണ് കവർ ചെയ്യേണ്ടത്. അതായത് ഹിന്ദി നോട്ട് ബുക്ക് ആണെങ്കിൽ അതിന് റെഡ് കളറുള്ള കവറാണ് വേണ്ടത്, ഇംഗ്ലീഷ് ആണെങ്കിൽ അതിന് യെല്ലോ കവറ്, അതുപോലെ മാത്സ് ആണെങ്കിൽ അതിന് ബ്ലൂ കളറുള്ള കവറാണ് ചെയ്യേണ്ടത്. അപ്പം അങ്ങനെ 3 സബ്ജക്റ്റിൻ്റെ നോട്ട് ബുക്കിന് 3 കളറുള്ള കവറാണ് ചെയ്യേണ്ടത്. അപ്പോൾ അത്രയേ ഉള്ളൂ വീഡിയോ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യണേ. ബൈ.